സ്നേക്ക് പ്ലാന്റും മണി പ്ലാന്റും ലക്കി ബാമ്പും ഈ 3 ചെടികളും നമ്മുടെ സിറ്റ് ഔട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ഈ 3 ചെടികളും ഇന്ന് നല്ല വ്യത്യസ്തമായ രീതിയിലാണ് നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ല നീളമുള്ള ലക്കി ബാമ്പ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നടാൻ പോകുന്നത് ലക്കി ബാമ്പുമാണ്. അപ്പോൾ നല്ല നീളമുള്ള തണ്ടുകൾ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഈ ചെടി കളക്ട് ചെയ്തത് ഞങ്ങളുടെ അയൽവാസി മിനിത്ത നസീമ എന്നാണ് അവരുടെ പേര്. മിനിത്ത എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നീളമുള്ള ലക്കി ബാമ്പ് എടുത്തിട്ട് അതിൻ്റെ അടിവശം കട്ട് ചെയ്തെടുക്കുക. 3ഉം ഒരേ വലിപ്പത്തിന് ഇട്ടാൽ. എന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ കളയണം. തുമ്പത്തുള്ള ഇല മാത്രം വെച്ചിട്ട് ബാക്കി ഇലകളൊക്കെ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ 3 തണ്ടും ഒരേ വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുത്തോളൂ. അറ്റത്ത് 3 ഒരുപോലെ വെച്ചിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് 3 മുടച്ചിലും മുടയില്ല. നമ്മൾ മുടിയൊക്കെ 3 മുടച്ചിലും മുടയില്ല, അതേപോലെ മുടഞ്ഞെടുക്കണം. അപ്പോൾ മുടയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തണ്ട് പൊട്ടിപ്പോവരുത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് മുടയരുത് കേട്ടോ. കുറച്ചിങ്ങനെ ലൂസാക്കിയിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മുടയാൻ. അപ്പോൾ ഞാനൊരു 2-3 എണ്ണം മുടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരെണ്ണം നല്ല സ്പീഡിൽ മുടയണത്. ഇപ്പോൾ എൻ്റെ കുറച്ചൊക്കെ പൊട്ടിപ്പോയി, പിന്നെ ഞാൻ ചെയ്ത് വന്നപ്പോൾ അത് കറക്റ്റായിട്ടാണ്. അപ്പോൾ ഞാനിതിങ്ങനെ മുടഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തെറ്റത്ത് നോക്കിയിട്ട് നമുക്ക് ഇനി ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിയിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു, പിന്നെ മുകളിലും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിൽ ഇതുപോലെ ഒരു കുപ്പിയുടെ മുകളിലാണ് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കണം, എടുക്കാൻ എളുപ്പത്തിന്. അല്ലെങ്കിൽ ഒരു ഡപ്പിയിലിട്ട് വെച്ചാൽ അതെല്ലാം കൂടിയിട്ട് ചുരുണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കണേ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 4 സെറ്റ് ഇതേപോലെ മുടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. 4 എണ്ണം നല്ല നീളമുള്ള ലക്കി ബാമ്പും ആയിരുന്നു. അപ്പോൾ ഇതാ നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അതിന് നടണ്ട. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നമുക്ക് ചട്ടിയിൽ നിറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ തന്നെ ചെടി നട്ടിട്ടുണ്ടായിരുന്ന ചട്ടിയാണ് ഞാൻ അതിനെടുത്തത് കേട്ടോ. അപ്പോൾ ആ മണ്ണൊക്കെ ഒഴിവാക്കി എന്നിട്ട് ഞാൻ ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചകിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏത് ചെടി നടുമ്പോഴും നമുക്ക് അതിൽ ഈർപ്പം നിലനിർത്താൻ ചകിരി അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ ഇല തന്നെ ഞാൻ അതിലേക്ക് നിറച്ചു. പിന്നെ കരിയിലയും നമ്മൾ നിറക്കുന്നുണ്ട്. കരിയില എല്ലാ ദിവസവും അടിച്ചു വാരുന്ന കരിയിലയും അതിൽ കൊടുന്നിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ അവിടെ ചട്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നടണം. അപ്പോൾ ഇതാ അതിനൊരു ചെറിയൊരു ഓട്ടൊക്കെ ഉണ്ടാക്കി അതിലേക്ക് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെച്ച് കൊടുക്കുക. ഈ ലക്കി ബാമ്പൊക്കെ അധികം ഒരു മെയിൻ്റെനൻസും ഇല്ലാത്ത ചെടിയാണ് ലക്കി ബാമ്പ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും നനച്ച് കൊടുത്താൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് നല്ല വേരോടാൻ വേണ്ടിയിട്ട് നല്ല കരിയിലയും ഇലകളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ മടഞ്ഞ് സെറ്റാക്കിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ 6 ചട്ടിയാണുള്ളത്. 6 ചട്ടിയിലേക്ക് ഇപ്പോൾ 4 സെറ്റേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ 4 എണ്ണം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കയറി വരണോടത്താണ്. സിറ്റ് ഔട്ടിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി അടുത്തത് നല്ല വലിയ മണി പ്ലാന്റിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. മണി പ്ലാന്റ് മണ്ണിൽ നട്ടാൽ, അതായത് മുറ്റത്തും പോട്ടിലല്ലാണ്ട് മണ്ണിൽ നട്ടാൽ അതിൽ നന്നായി വളർന്നു കിട്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കല്ലുകൾ ഒരു വടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉരുളൻ കല്ലുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ വടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുളൻ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വലിയ മണി പ്ലാന്റിൻ്റെ കമ്പും കൂടിയും അതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കല്ലൊക്കെ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇടുന്നത് ചകിരിയാണ്. ചകിരി വെച്ചിട്ട് നന്നായിട്ട് അടിവശം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നിറച്ചും കരിയില ഇടാനാണ് പ്ലാൻ. അപ്പോൾ ഇത് ഇങ്ങനെ മണ്ണി വെച്ച കാരണം ഇത്ര വലിയ ഇലയായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഇനി നിറച്ചും കരിയില ഇട്ട് കൊടുക്കട്ടെ. കരിയില നന്നായിട്ട് വേരോടും കേട്ടോ. പിന്നെ അതുപോലെ നനവ് നമ്മളിപ്പോൾ ഇൻഡോറായിട്ട് വെക്കുന്ന ചെടികൾക്കൊന്നും എന്നും നനക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതേപോലെ കരിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ പോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് നനവ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ ചകിരി ഓൾറെഡി അതിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചകിരിയും അതുപോലെ തന്നെ
കരിയിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യത്തിനുള്ള വളവും കിട്ടിക്കോളും. പിന്നെ അതുപോലെ നനവും ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ മതി. പിന്നെ ഈ മണി പ്ലാന്റിനൊന്നും വലിയ നനവൊന്നും വേണ്ടല്ലോ. കരിയിലയുടെ മേളിലേക്കായിട്ട് ഞാൻ പിന്നെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മണ്ണും നമ്മുടെ നേരത്തെ ചട്ടി സെറ്റ് ചെയ്തെടുത്ത മണ്ണായിരുന്നു. അത് ഓൾറെഡി പിന്നെ നമ്മുടെ ചകിരിച്ചോറും എല്ലാം കൂടി സെറ്റായിട്ടുള്ള മണ്ണാണ് കേട്ടോ. ഇനി ഒരു കയറെടുത്തിട്ടുണ്ട്, ചൂടിക്കയർ കൊണ്ട് നമുക്ക് ഈ വടി തന്നെ ഒന്ന് ചുറ്റിയിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതുപോലെ ഈ വടീനൊന്ന് ചുറ്റി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആ മണി പ്ലാന്റും കൂടി ജസ്റ്റ് ഒന്ന് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി വലിയ വലിപ്പം കൂടിയ തണ്ടായ കാരണമാണ് ഇതും കൂടി ചുറ്റിയത്. ഇനി നമുക്കിതിൻ്റെ മേളിൽ നിന്ന് ഒരു ചൂടിക്കയറും കൂടിയും ചുറ്റിയിട്ട് ആ വടി ഫുള്ളും കവർ ചെയ്തിട്ട് ഇരിക്കുന്ന രീതിയിലാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ തുടക്കണ വടിയുടെ ആ ഒരു പ്ലാസ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ആ വടി കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ ഒരു ചെടിയും സിറ്റ് ഔട്ടിൽ കൊടുന്ന് വെച്ചു. ഇതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്നെയും കാട്ടിലും ഉള്ള മണി പ്ലാന്റാണ് ഇട്ടത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ അതും സെറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്നേക്ക് പ്ലാന്റിനെയാണ് നടാനുള്ളത്. അതിന് ഓൾറെഡി നമ്മുടെ സിറ്റ് ഔട്ടിലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സ്ഥലമായിരുന്നു ഇത് സിറ്റ് ഔട്ടിൽ. പക്ഷെ അവിടെ ചെടി നടാനുള്ള ചെറിയൊരു ഭാഗമായിരുന്നു. അപ്പോൾ അവിടെ ചെടി നടാന്ന് പറഞ്ഞിട്ട് ഇത് പണിത ആൾ നമുക്കിങ്ങനെ ഇതുപോലെ ചെയ്തെന്നാണ് കേട്ടോ. ഈ ഇരിക്കുന്ന ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിൽ ചെടി നടാനുള്ള പാകത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെന്നാണ്. നമ്മൾ സിറ്റ് ഔട്ടിൽ ഓൾറെഡി ഇരിക്കാൻ നല്ല വലിയ സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ 2 തരം സ്നേക്ക് പ്ലാന്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്, അതുപോലെ ചകിരി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മെറ്റലും എടുത്തിട്ടുണ്ട്. ഈ 4 സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചകിരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമ്മുടെ സ്നേക്ക് പ്ലാന്റിന് നമുക്ക് വെച്ച് കൊടുക്കാം. 2 തരം സ്നേക്ക് പ്ലാന്റ് ആയ കാരണം ഇട കലർത്തിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. 2 സ്നേക്ക് പ്ലാന്റ് ഒരെണ്ണം വെച്ചതിന് ശേഷം മറ്റേത്, അങ്ങനെ 2ഉം ഇട കലർത്തിയിട്ട് വെച്ച് കൊടുക്കണേനെ. അത്യാവശ്യത്തിന് പ്ലാന്റ് ഞാനൊരു 10 പ്ലാന്റോളം ഞാനിതിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റിന് നമ്മൾ 2 മാസത്തിലൊരിക്കൽ നനച്ചാൽ മതി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാലും ഞാൻ ആഴ്ചയിലൊക്കെ നനച്ചു കൊടുക്കും. അപ്പോൾ ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മണ്ണ് നിറക്കണം. ഈ ചകിരിയുടെ മുകളിലേക്ക് നല്ല രീതിയിൽ മണ്ണിട്ട് കൊടുക്കാം. ഇതും പഴയ ചട്ടികളിൽ നിന്ന് ഒഴിവാക്കിയ മണ്ണുകളാണ് കേട്ടോ. അപ്പോൾ നല്ല വളമുള്ള മണ്ണാണ്. വളമുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ ഈ ചകിരിച്ചോറും പിന്നെ അതുപോലെ നമ്മളിതുപോലെ കരിയിലൊക്കെ ഇട്ടിട്ടാണ് ആദ്യമേ ചട്ടി സെറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മണ്ണാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അത്യാവശ്യം വളമൊക്കെ ഉണ്ട്. പിന്നെ അതിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ നമ്മുടെ മെറ്റലില്ലേ, മെറ്റലിട്ട് കൊടുക്കണം കേട്ടോ. അത് ഇച്ചിരി വലിയ മെറ്റലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ആ കളറിൻ്റെ സ്റ്റോണൊക്കെ ഇട്ട് കൊടുത്തുകൂടെയെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. ഞാൻ മെറ്റൽ കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിട്ട് കൊടുക്കുക. അതിങ്ങനെ ഈ മണ്ണ് ഇങ്ങനെ തെറിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ മെറ്റലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടുതലും ഭംഗി കാണും. പിന്നെ നമ്മുടെ ഗ്രാനൈറ്റുമായിട്ട് ഈ മെറ്റലിനൊരു ചേർച്ച ഉണ്ടല്ലോ. ആ ഗ്രാനൈറ്റും ഈ മെറ്റലും കൂടിയിട്ടൊരു കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനതങ്ങനെ ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇനി ഇതിന് വേരും പൊട്ടിമുളച്ചിട്ട് പുതിയ തൈകളൊക്കെ വരും. അത് കുറച്ച് ടൈമൊക്കെ പിടിക്കും. പക്ഷെ അതുവരേക്കും നല്ല തൈകൾ വെച്ചാൽ കാണാൻ ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നല്ല തൈകൾ തന്നെ വെച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് തൈകളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇതാണ്. ഈ ഒരു സെറ്റിങ്സും നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിൽ 3 എണ്ണത്തിലും ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് പറയണം കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ഇടുക, ഹൈപ്പ് ചെയ്യാം.